ഒരു ദുരിതമുണ്ടാകുമ്പോൾ പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്. എങ്കിലും ഈ വേളയിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ പിടിപ്പുകേട് ഓർത്തു പോവുകയാണ്. 2011 ഓഗസ്റ്റ് മാസം 31 അന്നത്തെ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ച മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെയും 2013 ഏപ്രിൽ മാസം 15 സമർപ്പിച്ച കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലെയും മർമ്മപ്രധാനമായ വസ്തുത വിരൽ ചൂണ്ടുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ തകർച്ചയുടെ ആഴവും ആസന്ന ഭാവിയിൽ അവ ഏൽപ്പിക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളും ഈ റിപ്പോർട്ടുകളെ എതിർത്തും പാടെ അവഗണിച്ചും പകരം ഈ റിപ്പോർട്ടിനെതിരായി നിലകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും മറ്റുമായി ഉപയോഗിച്ചപ്പോൾ ഈ റിപ്പോർട്ട് ഉടനടി നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് വാദിച്ചത് മറ്റാരുമല്ല, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഏറെയുള്ള പരിസ്ഥിതിലോല പ്രദേശം കൂടിയായ പശ്ചിമഘട്ട മലനിരകളിൽ ജീവിച്ചു വളർന്ന പൊതുപ്രവർത്തകനും MLAയും MP-യുമായ PT തോമസ് മാത്രമായിരുന്നു. എന്തു വന്നാലും മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ താമസം വിന നടപ്പിലാക്കിയേ മതിയാകൂ എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി നൽകിയ മറുപടി എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് നിഷേധിക്കുകയും പശ്ചിമഘട്ടത്തിലെ ജനങ്ങൾ നൽകിയ മറുപടി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയുമായിരുന്നു. ചിന്തിക്കേണ്ടതാണ്. ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിച്ച ആ ജനനായകന് 2014 പൊതു തെരഞ്ഞെടുപ്പിനൊടുവിൽ ജനിച്ച നാട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം വരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതായി വന്നു. അന്ന് അദ്ദേഹം ഒരു വാക്കുകൂടി ജനത്തിന് മുന്നറിയിപ്പ് നൽകി. തൻ്റെ വാക്കുകളും നിലപാടുകളും കേരളത്തിന് നിലനിൽപ്പിൻ്റെ അനിവാര്യത ആയിരിക്കുമെന്ന് കാലം നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. അതിന് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട ആവശ്യവും വരില്ല. വരുന്ന 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന്ന് ദുഃഖിക്കുന്നുണ്ടാവും. പശ്ചിമഘട്ടത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഈ മുന്നറിയിപ്പ് കേരളം മുഴുവൻ തിരിച്ചറിയുവാനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങാനും 10 വർഷമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. കൃത്യം 4-ാം വർഷം തന്നെ 2018 കേരളത്തെ മുഖ്യ മഹാമാരിയിലൂടെയും തുടർന്നുണ്ടായ പ്രളയത്തിലൂടെയും ജനങ്ങൾ അവയൊക്കെയും അനുഭവിച്ചറിഞ്ഞു. 2019 സമാന സ്ഥിതിവിശേഷം തന്നെ സംസ്ഥാനത്ത് ഉണ്ടായി. തുടർന്നുള്ള വർഷങ്ങളിൽ പുത്തുമലയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലുമൊക്കെ സംഭവിച്ച ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷികളാണ്. അന്ന് PT തോമസ് പറഞ്ഞ 10 വർഷം തികയുന്ന ഈ 2024 സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലുതും അതിദാരുണവുമായ പ്രകൃതി ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 120-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തി. അത്രയും തന്നെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തുവാനുണ്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ആ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും വാർത്ത പ്രചരിക്കുന്നു. കർണാടകയിൽ പശ്ചിമഘട്ട മലനിരകളിലുണ്ടായ മണ്ണിടിച്ചിലിൽ കൂറ്റൻ ലോഡുമായി വന്ന 12 വീലുള്ള ഒരു ട്രക്കും അത് ഓടിച്ച അർജുനും മണ്ണിനടിയിൽ എവിടെയോ പുതഞ്ഞു പോയിട്ട് 2 ആഴ്ച കാലമായിട്ടും ആ വലിയ ട്രക്ക് പോലും എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ നമ്മുടെ ദൗത്യസേനകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന സങ്കടകരമായ വാർത്ത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ചൂരൽമലയിൽ ഈ ദാരുണ അപകടം സംഭവിക്കുന്നത്. മൃതദേഹങ്ങൾ പോലും 100 കിലോമീറ്ററിലധികം ദൂരത്ത് നിന്നുമാണ് കണ്ടെത്തുന്നത്. അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ ഭീകരമായ ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഒരായുസിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടമായവർ, കുടുംബത്തോടെ എല്ലാവരും മരണമടഞ്ഞവർ, കുത്തൊഴുക്കിൽ കൃഷിസ്ഥലങ്ങൾ പൂർണ്ണമായും നശിച്ച് ഇല്ലാതായവർ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ജീവൻ നശിച്ച മൃഗസമ്പത്തുകളും മറ്റു ജീവജാലങ്ങളും, ഒരു സംസ്കാരം തന്നെ അപ്പാടെ ഇല്ലാതാവുന്ന അവസ്ഥ. ഇനിയെങ്കിലും പ്രകൃതിയെ മനസ്സിലാക്കാനും പഠിക്കാനും അതിനോട് താരതമ്യപ്പെട്ട് പെരുമാറാനും നാം ശീലിച്ചില്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ട. 5-6 വർഷം കൊണ്ട് പശ്ചിമഘട്ടം പൂർണ്ണമായും നശിച്ച് ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്ന സ്ഥിതി സംജാതമാകും. ഒരു സംശയവുമില്ല. അങ്ങനെ ഒരവസ്ഥയ്ക്ക് നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ നമുക്ക് കൈകോർക്കാൻ ചൂരൽമലയും മുണ്ടക്കൈയുമെങ്കിലും സർക്കാരിൻ്റെ കണ്ണുകൾ തുറപ്പിക്കട്ടെ.